കണ്ണൂർ സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം. പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ പോളിഷ് പോലുള്ള ദ്രാവകം ഒഴിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും അമൽനാഥ് ചേരുന്നു. അമൽ, സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം ഉണ്ടായിരിക്കുന്നു. പയ്യാമ്പലത്തെ CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിലാണ് പോളിഷ് പോലുള്ള ദ്രാവകങ്ങൾ ഒഴിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? ആരാണ് ഇതിന് പിന്നിലെന്ന് സൂചനയുണ്ടോ? പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരത്തിലാണ് ഇത്തരത്തിലുള്ള അതിക്രമം നടന്നത്. കൊടിയേരി, നായനാർ, ചടയൻ ഗോവിന്ദൻ എന്നിവരുടെ സ്മൃതി കുടീരത്തിലാണ് ഈ ഒരു അതിക്രമം ഉണ്ടായത്. സ്മൃതി കുടീരത്തിൽ പോളിഷ് പോലുള്ള ദ്രാവകം ഒഴിച്ചായിരുന്നു അതിക്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കൊടിയേരിയുടെ ഗ്രാനൈറ്റിൽ തീർത്ത രൂപം രാസപദാർത്ഥം ഉപയോഗിച്ച് വികൃതമാക്കുവാനുള്ള ശ്രമങ്ങൾ അടക്കം നടത്തിയിട്ടുണ്ട്. മറ്റ് നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ ഉണ്ടെങ്കിൽ പോലും CPM നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് നേരെ മാത്രമാണ് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനു പിന്നിൽ ആരാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകൾ ഒന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല. അതേസമയം തന്നെ ഇത്തരം പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്ന് CPM നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും കണ്ണൂരിൽ സമാധാന അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. എന്നാൽ ഈ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമമാണ് നിലവിൽ ഉള്ളത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായത് എന്നാണ് CPM നേതാക്കൾ പ്രതികരിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വരികയാണ്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള CCTV ദൃശ്യങ്ങളോ അത്തരത്തിൽ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണോ? ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരു തരത്തിലുള്ള വ്യക്തതകളോ നിലവിൽ പുറത്തു വന്നിട്ടില്ല. CCTV ദൃശ്യങ്ങളോ മറ്റ് സൂചനകളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതേസമയം തന്നെ ഈ ഒരു പയ്യാമ്പലത്ത് മറ്റ് നേതാക്കളുടെയും സ്മൃതി കുടീരങ്ങൾ ഉണ്ടെങ്കിൽ പോലും CPM നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അതിക്രമം നടന്നത്. കൊടിയേരി, നായനാർ, ചടയൻ ഗോവിന്ദൻ ഈ മൂന്ന് നേതാക്കളുടെ സ്മൃതി കുടീരത്തിന് നേരെയാണ് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയത്. ഇതിനു പിന്നിൽ ആരാണ് എന്നത് ഉടൻ കണ്ടെത്തണം എന്ന ഒരു ആവശ്യം കൂടി CPM നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസിലായിരുന്നു CPM നേതാക്കൾ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നത്. ഈ പരിശോധനകളുടെ ഭാഗമായി തന്നെ കൂടുതൽ വ്യക്തതകൾ ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. കണ്ണൂർ സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം. പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിലാണ് പോളിഷ് പോലുള്ള ദ്രാവകം ഒഴിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും അമൽനാഥ്.